ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പം നമ്മ ഇന്ന് പോണതെന്ന് പറഞ്ഞാൽ നമ്മുടെ കെട്ടിലോട്ടാണ്, ചെമ്മിക്കെട്ടിലോട്ടാണ് പോണത്. അപ്പം ഇന്ന് നമ്മുടെ ചെമ്മിക്കെട്ടിൽ മീൻപിടുത്തമാണ്. അപ്പം മീൻപിടുത്തത്തിൽ പോകണം. അപ്പം നമ്മളിപ്പോൾ പാടത്ത് കൂടി നടന്നുകൊണ്ടിരിക്കണ കെട്ടിലോട്ട് പോണ വഴിയിലാണ്. നമ്മൾ പാടത്തോട്ട് പോണ വഴിയാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് നമ്മ പോണ വഴിയാണ്. വഴി തൂമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വല വെച്ചാണ് നമ്മൾ മീനെ പിടിക്കുന്നത്, ചെമ്മീനെ പിടിക്കുന്നത്. അപ്പം നടന്ന് നമ്മുടെ ചെമ്മിക്കെട്ടിലെത്തി. ചെമ്മിക്കെട്ടിൽ ഇത് ഇപ്പോൾ വെള്ളം മൊത്തം പറ്റിച്ചിട്ടേക്കണേ മീൻ പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ ചെമ്മിക്കെട്ടിൽ വെള്ളം മൊത്തം പറ്റിച്ച് ഇനിയിപ്പോൾ അവിടെ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവരിങ്ങനെ തോട്ടിൽ നിന്നെല്ലാം മീനിങ്ങനെ ഓടിച്ച് നമ്മുടെ ഈ കുഴി കണ്ട തൂമ്പും കുഴിയിലോട്ട് ഓടിച്ച് കൊണ്ടുവരും. അവർ വല ഇറക്കിയിട്ടിട്ടുണ്ട്. വല വേണ്ട ഈ വല വെച്ചാണ് മീൻ പിടിക്കുന്നത്. വല ഇറക്കിയിട്ടിട്ട് ഫുള്ള് തൂമ്പിൽ വളയും. ഇതാണ് നമ്മുടെ തൂമ്പും കുഴിയിലോട്ട് ഫുള്ളി വല വളയും. എല്ലാ തോട്ടിൽ നിന്നും മീൻ ഓടിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ കാണുന്നത്. നിങ്ങ കെട്ടുകാലൊക്കെ അയ്യോ എന്താ പറയാ അടക്കാക്ക് വലിയ വെച്ച് മീനെ പിടിക്കണ ഒരു രംഗമാണ് ഇങ്ങനെ കാണുന്നത്. എല്ലാരും ഇല്ലാതെ ഈ കാണുന്ന കെട്ടിലെ മൊത്തം മീൻ വന്ന് അടുത്തത്. അപ്പം നമ്മ നേരത്തെ വല കൂട്ടി പിടിച്ചില്ല. ആ വല മൊത്തം നമ്മുടെ തൂമ്പിൻ്റെ സൈഡിലോട്ട് കൂട്ടി വെച്ചേക്കണേ. ആ കൂട്ടി വെച്ചേക്കണ സീനാണ് ഇപ്പം കാണുന്നത്. അങ്ങനെ അത് നമ്മൾ പയ്യെ കൂട്ടിയിട്ട് അതിൽ നിന്നുള്ള മീനെയൊക്കെ നമ്മൾ എടുക്കണ സീനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പം കരിമീൻ, കണമ്പ്, വറ്റ അങ്ങനത്തെ മീനൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കണത് കൂടുതൽ. ഇതിൽ നമുക്ക് ഇപ്പം ഏകദേശം ഒരു 50 കിലോത്തോളം കരിമീനും 10-20 കിലോത്തോളം വറ്റ അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം നമ്മളിവിടെ നിന്ന് നേരെ ചെട്ടിയാവ് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം. ചെട്ടിയാവ് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിഹിതം നമ്മുടെ ഈ കൊല്ലിക്കരിക്ക് കൊടുക്കും. ബാക്കി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഫോണും വാച്ചും കണ്ണടക്കി ഇങ്ങനെ ഒരു പള്ളത്തി ഇവിടെ ഉണ്ട്. ആ കണ്ണടക്കി പിടിച്ചോ അജു. ആ അവന് സയന്റിഫിക് നെയിമൊക്കെ പഠിപ്പിച്ചാൽ ഇപ്പം നമുക്ക് കിട്ടണ മീനെല്ലാം വഞ്ചിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ പോവാണ്ടിരിക്കാൻ വേണ്ടി മൂടി ഇട്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ അതേ 2 മീൻ പുറത്തോട്ട് ചാടി. അപ്പം അതിനതേ നമ്മുടെ ബെനൂട്ടൻ സാഹസികമായിട്ട് പിടിച്ച് അതിലോട്ട് ഇട്ടുകൊണ്ടിരിക്കണേ. ഇല്ല അത് ആദ്യത്തെ ഇതിലാണ്.
ഇതാണ് നമുക്ക് കൊല്ലിയിൽ മൊത്തം കിട്ടിയ മീൻ കേട്ടോ. അപ്പോൾ ഇപ്പം അവരെല്ലാം അത് എടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞപ്പോൾ ഞാനും ബനൂട്ടനും കൂടി സൈഡിൽ വെറുതെ തപ്പാൻ വേണ്ടി ഇറങ്ങിയതാണ്. നോക്കിയപ്പോൾ അവിടെ കുറേ കരിമീൻ കിടക്കുന്നു. പിന്നെ കുറച്ച് നേരം കരിമീൻ്റെ ഓടി കളിച്ച് അങ്ങനെ ഞങ്ങൾക്കൊരു 5-6 കിലോ കരിമീനും കുറച്ച് പിലോപ്പി, കുറച്ച് പൊരിക്ക, കുറച്ച് പൂളാൻ, അങ്ങനെ ചെറിയ കുറച്ച് മീനും എല്ലാം കിട്ടി. ഇതാണ്ട് നമുക്ക് ടോട്ടല് കിട്ടിയ മീൻ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ കുറച്ച് കക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ കക്കയും കുറച്ച് ഞങ്ങൾ വാരിയായിരുന്നു. നമ്മ പിടിച്ചത്, ബാക്കിയുള്ളതൊക്കെ കൊല്ലിക്കാരാ പിടിച്ചത്. അപ്പം നമുക്ക് കിട്ടിയ പൊരിക്കൊക്കെ നമ്മൾ ഇപ്പൊ കൊണ്ടുവന്നത് കുറച്ച് ഇങ്ങനെ എടുത്ത് എല്ലാ വീട്ടിലും കുറേശ്ശെ കൊടുത്ത് ബാക്കി നമുക്കുള്ളത് നമ്മൾ എടുത്തിട്ട് ഇപ്പം അമ്മച്ചി ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ.